ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നൊരു ട്രിഗണോമെട്രിയുടെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. എൻ്റെ ഒന്ന് രണ്ട് സ്റ്റുഡൻസ് അവർക്ക് ഭയങ്കര ടഫാണ്. ടെക്സ്റ്റിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, this is a rectangle, this is another rectangle. ഈ മൂന്ന് റെക്റ്റാങ്കിൾ ഇങ്ങനെ ഡയഗണലായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഈ രണ്ട് ട്രയാങ്കിൾ ഉണ്ടല്ലോ അതിനെ എടുത്ത് നമ്മൾ ഇതൊരു പാർട്ടാണിത്. ക്വസ്റ്റ്യൻ ഇതാണ്, ഈ ട്രയാങ്കിൾസിനെ എല്ലാം നമ്മൾ ചേർത്ത് വെച്ച് റെഗുലർ പെൻറ്റഗൺ ആക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ ബുക്കിലുണ്ടല്ലോ. ഇതിൽ ഓരോ ട്രയാങ്കിളാണ് ഇവിടെ വരുന്നത്. ഇങ്ങനെ അതാണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദീസ് റെക്റ്റാങ്കിൾ, ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദീസ് റെക്റ്റാങ്കിൾസ്, അതാണ് ക്വസ്റ്റ്യൻ. ഞാനിവിടെ ഈ ബി പേര് കൊടുക്കുക. ഇത് റെഗുലർ പെൻറ്റഗൺ എന്ന് പറയുന്നുണ്ട്. ഓൾ സൈഡ്സ് ആർ ഈക്വൽ. ഞാൻ റഫായിട്ട് വരച്ചാണ് കേട്ടോ ഫിഗർ. ദിസ് ഈസ് എക്സ്, ദിസ് ഈസ് വൈ, ഇങ്ങനെ പേര് കൊടുക്കും. ഫൈൻഡ് എ ആൻഡ് ബി, എക്സ് ആൻഡ് വൈ, അതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ഈ ട്രയാങ്കിളിനെയാണ് ഇവിടെ വയ്ക്കുന്നത് അല്ലേ, എയും ബിയും. സൈഡ് എ, ഇത് ബി, എ ബി. അതേപോലെ ഈ രണ്ട് സൈഡായിട്ട് വരും. ഇത് നോക്കി, എക്സ് വൈ. സം ഓഫ് ഓൾ ആംഗിൾസ് ഓഫ് എ പെൻറ്റഗൺ എന്താണ് 5 - 2 × 180. അതിനൊക്കെ 2a = 30. എയുടെ വാല്യൂ എഴുതിയിട്ട് സം ഓഫ് ഓൾ ആംഗിൾസ്. എ എത്ര കിട്ടും നമുക്ക്? 15. സം ഓഫ് ഓൾ ആംഗിൾസ് ഓഫ് എ റെഗുലർ പെൻറ്റഗൺ. -2 × 180, that is 540 degree. ഈച്ച് ആംഗിൾ എന്തായിരിക്കും? 540/5, 108, 108. This is equal to 54 degree. This is equal to 54. This angle is 90 degree. This is 90. So this angle is equal to 36. 108 minus 36, this is equal to 72. This angle is 72, this is equal to 36, this is 54. ഈ ട്രയാങ്കിളിൽ നമുക്ക് എന്ത് കാണാം? tan 72 എടുത്ത് എന്താ? ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. tan 72 degree ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. എ നമുക്ക് കിട്ടിയല്ലോ 15. ബി is equal to 15 × tan 72 degree. tan 72 3.08. 15 × 3.08. (46.20 സെൻറ്റിമീറ്റർ. നമുക്ക് ലാസ്റ്റ് യൂണിറ്റൊക്കെ എടുത്തെഴുതാം, വേണമെങ്കിൽ എഴുതിയാലും കുഴപ്പമില്ല. നെക്സ്റ്റ് നമുക്ക് ഈ സ്മോൾ ട്രയാങ്കിൾ, ഈ ചെറിയ ട്രയാങ്കിളിൽ നിന്ന് sin 54 എടുത്താൽ എന്ത് വരും? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. sin 54 degree y divided by 30. 30 into sin 54, 0.30.
81. .30. Cos 54. Cos 54 എടുത്ത് എന്ത് കിട്ടും? Adjacent by hypotenuse. Cos 54. Adjacent by hypotenuse. X is equal to 30 into cos 54, 0.59. 17.7. നമുക്ക് സെൻറ്റൻസ് ഒക്കെ എഴുതാം. ലെങ്ത് ഓഫ് ദി ലാർജ് റെക്റ്റാങ്കിൾ length of the large rectangle 46.2 centimeter, breadth 15 centimeter, large rectangle. Length of small rectangle x. Length of small rectangle y is equal to 24.3. Small rectangle breadth 30. Breadth is equal to 17.7 centimeter. Large rectangle length, large rectangle breadth. നന്നായി ചെയ്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.